വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഈ ബിസിനസിനെ കുറിച്ചിട്ടോ മറ്റുള്ളതിനെ കുറിച്ചോ ഒരു അറിവുമില്ലാത്ത വല്ലീശൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു തലത്തിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഏതോ ഒരു IPS ഉദ്യോഗസ്ഥൻ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ സ്രാവുകൾക്കൊപ്പമാണ് പ്രിയ സുഹൃത്തുക്കളെ നീന്തുന്നത്. സ്രാവുകൾക്കൊപ്പമാണ് ഞാൻ നീന്തുന്നത്. ഇതുപോലെ തന്നെ ബെല്ലി സാറെ പോലെയുള്ള, ശൈലേഷ് സാറെ പോലെയുള്ള, ശ്രീധര സാറേയും വിജി സാറേയും ഹരികൃഷ്ണൻ സാറെ പോലുള്ള മഹാന്മാരായിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ലെജൻഡുകളായി മാറിയിട്ടുള്ള അവരുടെ ഒപ്പമാണ് പ്രിയ സുഹൃത്തുക്കളെ ഒരു മത്സ്യത്തൊഴിലാളിയായ, ഒരു മുക്കുവനായ, ഒരു വല്ലീശൻ എന്ന് പറയുന്ന വ്യക്തി നീന്തുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഒപ്പം നീന്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രിയ സുഹൃത്തുക്കളെ. ഏറ്റെടുക്കുന്ന ദൗത്യം അതിന്റെ പൂർണ്ണത മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ ശരി മനസ്സിലാക്കിക്കൊണ്ട്, അത് നെഞ്ചോട് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് ഇനി മരണാവസാനം വരെ, ജീവിത അവസാനം വരെ ഇതാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർക്കൊപ്പം ഞാൻ തുല്യമായി നിന്നുകൊണ്ട് നീന്തുന്നുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യതയിൽ മനസ്സിലാക്കേണ്ട ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തൊപ്പിയിടുന്നത് കൊണ്ടും കുരി തൊടുന്നത് കൊണ്ടും കുരിശ് വരയ്ക്കുന്നത് കൊണ്ടും അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമായി നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ളതല്ലാതെ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടിയിൽ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ, ഈ ദൈവത്തിന്റെ സൃഷ്ടിയിലും ദൃഷ്ടിയിലും നമ്മളെല്ലാവരും ഒന്നാണ് പ്രിയ സുഹൃത്തുക്കളെ. പരമകാരണീയനായിട്ടുള്ള അള്ളാഹുവാണോ, യേശുവാണോ, കൃഷ്ണനാണോ, ആരായാലും ശരി, അവർ തന്നിരിക്കുന്ന, നമ്മളെ പോലെയുള്ള സാധാരണക്കാരന് തന്നിരിക്കുന്ന ഒരു വലിയൊരു സത്യമാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു ബിസിനസ് അവസരം. അതുകൊണ്ട് നമ്മളെ കൂടുതൽ വന്നിട്ടുള്ള ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഇതുപോലെ ഒരു അമ്മ മക്കളെ എങ്ങനെയാണോ, ഒരു ഉമ്മ മക്കളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ സ്നേഹിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിന്റെ സാധ്യതയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഇതിനെ നിങ്ങൾ ചെറുതായി കാണരുത് പ്രിയ സുഹൃത്തുക്കളെ. ഒന്നിനെ കുറിച്ചുള്ള വലിപ്പം മനസ്സിലാക്കാതെ അതിനെ സരളമായിക്കൊണ്ട്, സരസമായിക്കൊണ്ട് നമ്മൾ ലാഘവത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്ത് മുന്നോട്ട് ചെയ്യുന്നെങ്കിൽ അതിനെക്കാട്ടും വലിയൊരു പാപമില്ല പ്രിയ സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും, ദൈവം തമ്പുരാൻ, സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു ബിസിനസ് അവസരമാണ്. മനുഷ്യ, നിങ്ങൾക്ക് ധനമുണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഇതാ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൈകളിലേക്ക് തന്നിരിക്കുന്ന ഒരു പുണ്യമായ ഒരു പ്രവൃത്തിയാണ്, പുണ്യമായ ഒരു സംഭവമാണ്, പുണ്യമായ ഒരു ബിസിനസ് ആണ് പ്രിയ സുഹൃത്തുക്കളെ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. ഇസ്ലാം മത പ്രവാചകനും ആശയവും കൊണ്ട് ലോകമൊട്ടക്കും സഞ്ചരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലമിന് ഒരിക്കലും രണ്ട് കൈയും നീട്ടി ഈ ലോകം സ്വീകരിച്ചിട്ടില്ല പ്രിയ സുഹൃത്തുക്കളെ. കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചിട്ടുള്ള നിഷേധിയാണെന്ന് പറഞ്ഞ് എത്രയോ സ്ഥലത്തുനിന്ന് പിന്തിരിഞ്ഞ് ഓടിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട്, എന്നിട്ട് പോലും അദ്ദേഹം മഹാനാണെന്ന് ആയിട്ട് പോലും അദ്ദേഹം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു. ഇതുപോലത്തെ ക്രിസ്തുമത പ്രചാരണം കൊണ്ട് ലോകമെമ്പാട് സഞ്ചരിച്ചായിരുന്ന അദ്ദേഹത്തിനും അവസാനം 6 ഇഞ്ച് ആണിയാണ് അടിച്ചു കയറ്റിയിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനായാലും, ഹിന്ദു പുരാണത്തിലെ ശ്രീകൃഷ്ണനായാലും ശരി, അതുപോലെ ശ്രീരാമനായാലും ശരി, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അനുഭവിച്ചാണ് പ്രിയ സുഹൃത്തുക്കളെ. അവിടെയാണ് നമ്മൾ ബോധവാനാകേണ്ടത്. നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ജീവിത അഭിലാഷമായി കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാവും എന്ന് നമ്മളെ മഹാന്മാർ നമ്മൾ മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. എന്റെ പേര് സാറ് പരിചയപ്പെടുത്തി. എന്റെ പേര് വല്ലീശ് എന്നാണ്. ഞാൻ കൊയിലാണ്ടി ബീച്ചിലാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു കടപ്പുറത്ത് ഒരു മത്സ്യത്തൊഴിലാളി ആയിരുന്നു. ഞാൻ അഭിമാനിക്കുന്നു അക്കാര്യത്തിൽ. കാരണം ഞാൻ അങ്ങനെ ഒരു നീരസത്തോടു കൂടി പറയുന്നതല്ല, അഭിമാനത്തോടു കൂടി പറയുകയാണ്. വെച്ചാൽ ഓരോരുത്തരുടെ കുലവും ഗോത്രവും സംസ്കാരവും ഒക്കെ മഹത്തരമാണ്. അതിന് വില കൽപ്പിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് കുറെ ചെറുപ്പം മുതലേ എനിക്ക് ഇതുപോലെ തന്നെ പല തരത്തിലുള്ള പല മതത്തിൽപ്പെട്ട ആളുകളുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ മാന്യമായി പെരുമാറിയിരുന്നു, മാന്യമായി സംസാരിച്ചിരുന്നു. ഞാൻ അവരെ വീടുകളൊക്കെ എൻ്റെ സ്വന്തം വീടുകൾ പോലെ തന്നെ ചെറുപ്പം മുതലേ കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10-49 വർഷം കടല് ആയിട്ട് ബന്ധപ്പെട്ട് കടലിൽ മീൻ പിടിക്കാൻ പോവുകയും അതുപോലെ തന്നെ ഈ കടലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ജീവിതം മാത്രമേ ഉള്ളൂ. ആ തരത്തിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും വസ്ത്രധാരണവും ഒക്കെ ഭക്ഷണ രീതിയും ഒക്കെ ആ രീതി തന്നെ ആയിരുന്നു. ഒരു മത്സ്യത്തൊഴിലാളി, കേവലം ഒരു സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി എന്നുള്ള രീതിയിൽ. അതിൽ നിന്ന് ഞാൻ ഒരിക്കല് ഈ കടപ്പുറത്ത് വൈകുന്നേരം കാറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കടപ്പുറത്ത് പാറപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത്
ഈ എൻ്റെ ഒരു സുഹൃത്ത്, ജ്യേഷ്ഠ തുല്യനായ ഒരു സുഹൃത്ത് വന്ന് എന്നോട് ഒരു ബൈക്കിൽ വന്നിട്ട് ബൈക്കിന്റെ ബാക്കിൽ കയറാൻ പറഞ്ഞു. ആ ബൈക്കിൽ കയറി കൈരളി ഓഡിറ്റോറിയത്തിൽ പോയി ഞാൻ ഈ പ്രോഗ്രാം കേൾക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. അന്നേരം എനിക്ക് തോന്നിയത് ഭാഗ്യമായിട്ടല്ല, കഷ്ടതയായിട്ടാ തോന്നിയത്. കാരണം ഈ കടപ്പുറത്തൊക്കെ കുറെ ആളുകൾ ഇതുപോലെ ആളുകളെ പറ്റിക്കുന്ന പല പരിപാടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്കൊരു വേറൊരു മിഥ്യാധാരണയായിരുന്നു, ശരിയായ ധാരണ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ആ രീതിയിലാണ് ഞാൻ കണ്ടത്. ആളുകളെ, പാവം പിടിച്ച ആളുകളെ കയ്യിലുള്ള പൈസ പറ്റിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ ഇങ്ങനെ സൂട്ടും കോട്ടും ഇട്ട് നടക്കുകയാണ്. ഈ നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന സമയത്ത് പാവങ്ങളെ അതിൽ വീഴുകയും അവരെ പൈസ പിടിച്ചടക്കാൻ വേണ്ടി, അല്ലെ അവരെ പൈസ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു മീറ്റിംഗ് സെന്ററിൽ പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, എന്നെ വിളിച്ചുകൊണ്ട് അയാൾ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു അനുഭാവിയാണ്, ആ കോഴ്സ് കഴിഞ്ഞ ആളായതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആധ്യാത്മിക, ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എല്ലാ മതത്തിൽപ്പെട്ട ആധ്യാത്മിക കാര്യങ്ങളും എനിക്ക് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിലും നന്മയുണ്ട്, അതുപോലെ തന്നെ എല്ലാത്തിനും തിന്മയുണ്ട്. അപ്പൊ നന്മ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായി ഇത് കേൾക്കാൻ വേണ്ടി വന്ന കാര്യം ഞാൻ പറഞ്ഞു. ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു, അവിടെ ജീവിച്ചു വളർന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് എന്റെ പ്രിയ സുഹൃത്ത് ഇത് പരിചയപ്പെടുത്തുന്നത്. ഈ കോട്ട് ഇട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലേ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് ബിജു BK സാർ. ഇതിന്റെ പേരന്റ് കമ്പനിയുടെ മീറ്റിംഗ് ആയിരുന്നു അന്ന് കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നിരുന്നത്. അവിടെ ബിജു BK സാറ്, ഷാജു സാറ്, അതുപോലെ മനോജ് മാഷ്, അതുപോലെ മനോജ് സാറ്, പിന്നെ ഈ ഹരീഷ്ണ സാറ് എന്ന് പറയുന്ന കുറെ ആളുകൾ ഇവരൊക്കെ ഞാൻ ഇത് പറയുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് മനുഷ്യരുടെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാണ് മനുഷ്യന്മാരെ മനസ്സ് മാറ്റിയെടുക്കുന്നത്, ആ ടെക്നിക്ക് എന്താണ് എന്നാണ് ഈ ക്ലാസ് കേൾക്കുന്ന സമയത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഞാൻ അത് വളരെ ശ്രദ്ധാപൂർവം ഇവരെ ഓരോ ചലനങ്ങളും ഇവരെ ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിച്ചു. ഇവരെങ്ങനെയാണ് മനുഷ്യന്മാർ ഇതിലേക്ക് കുടുക്കുന്നത്, ആ ടെക്നിക്ക് പഠിച്ചിട്ട് വേണം എനിക്കിത് എന്റെ കടപ്പുറത്ത് വന്നിട്ട് എന്റെ സുഹൃത്തുക്കളോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ ഇവരെല്ലാരെയും നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ കാണാൻ, ഹരീഷ്ണ സാർ ഇത്തിരി കറുത്തിട്ടാണെങ്കിൽ ശരി, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. അതുപോലെ ബിജു BK സാർ വെളുത്തിട്ട് സുന്ദരനാണ്. അതുപോലെ തന്നെ ആ സൗന്ദര്യത്തെക്കാളും വേറൊരു സൗന്ദര്യം ഇവരെ മുഖലക്ഷണങ്ങൾ, മുഖഭാവങ്ങൾ, ആ ശരീര ഭാഷകൾ, ഇവര് മറ്റുള്ളവരോട് ഇടപെടുന്ന രീതികൾ, ഇവര് മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതികൾ, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇവരാരും അങ്ങനെ ഉഡായ്പ് കളിക്കുന്ന ആൾക്കാരല്ല, ഇവരൊക്കെ സത്യസന്ധന്മാരാണെന്ന് തോന്നി. ഈ പരിപാടി ഞാൻ ഇവരെ വട്ടം വരച്ച് കാണിക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്ന കാര്യങ്ങൾ, ലക്ഷങ്ങൾ വാങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവരെ ഓരോ വ്യക്തികളെയും നോക്കിയിരുന്നു. അങ്ങനെ ഇവരോട് ഞാൻ പരിപാടി കഴിഞ്ഞപ്പോൾ ഇവരെ ഓരോ ആളുകളുടെ അടുത്തും പോയി ഞാൻ ഇവരോട് സംസാരിച്ചു, പരിചയപ്പെട്ടു. ഇവരാണല്ലേ ഇത് നേതൃത്വം വഹിക്കുന്നത്, ആ നേതൃത്വം വഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നേതൃത്വ പാഠം ഉണ്ടാകുമല്ലേ, എന്തെങ്കിലും ഒരു കഴിവുണ്ടാകുമല്ലേ എന്നുള്ള ചിന്തയിലൂടെ ഞാൻ ഇവരോട് പോയി സംസാരിച്ചു. ആദ്യം പോയി സംസാരിക്കുന്നത് ഷാജു സാർ നടുവണ്ണൂർ. അദ്ദേഹത്തോട് സംസാരിച്ചു, പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, ജോലി ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് തന്നെയാണോ ചെയ്യുന്നത്, വേറെ ജോലി ചെയ്യുന്നോ? അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ്. അത് മാത്രമല്ല അധ്യാപകരായ മക്കളാണ്, രക്ഷിതാക്കളാണ്. ഇതൊക്കെ കേട്ട് മനോജ് മാഷോട് ചോദിച്ചപ്പോ ഞാൻ ആ കാവുന്തറ സ്കൂളില് മാഷാണ്. അതുപോലെ തന്നെ ഈ ബിജു BK സാറ് പറയുന്ന സമയത്ത് ഇൻഷുറൻസ് മാർക്കറ്റിംഗ്, നല്ലൊരു കമ്പനീന്റെ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആൾ. ഇങ്ങനെ ഇവരൊക്കെ ഓരോന്ന് പറയുമ്പോ ബെല്ലി സാർ ഉണ്ടായിരുന്നു. ബെല്ലി സാറ് ഈ ഒരു ജോലി, സർക്കാർ ജോലി കിട്ടി, അത് വേണ്ടാന്ന് വെച്ച് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇവരൊക്കെ കുറച്ച് വൃത്തിയുള്ള ആളുകളാണ്. ആ വൃത്തിയുള്ള ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് എപ്പോ നല്ല ആളുകൾ, ഇപ്പോ ഉമർ സാറിനെ പോലെയുള്ള, അതുപോലെ എല്ലാവരെ പോലുള്ള ആളുകളെ എനിക്ക് അടുക്കുന്നതും പരിചയപ്പെടുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറയുന്ന ആധ്യാത്മിക തരത്തിൽ സാറിനെ കാണുന്ന സമയത്ത് ഞങ്ങളെ ഹിന്ദുക്കളുടെ ഭാഷ പറഞ്ഞ് ജപമാലയും കയ്യിലേന്തിക്കൊണ്ട് എപ്പോ നടക്കുന്നത്, അതൊക്കെ എന്താ പറയുമ്പോൾ ഒരു വ്രതം, ജീവിത ലക്ഷ്യത്തിന് വേണ്ടി, സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു വ്രതമെടുത്ത് ഇറങ്ങിയ വ്യക്തികളാണ് അത്തരം കാര്യങ്ങൾ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനമായിരുന്നു, സ്നേഹമാണ്. നമ്മളത് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ളിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇവരൊക്കെ മനുഷ്യന്മാരെ പറ്റിച്ച് ജീവിക്കേണ്ട ആളുകളല്ല. ഇവർക്കൊക്കെ മാന്യമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും
അവർക്ക് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തീരുമാനിച്ചു. നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് കാര്യം നമ്മൾ കേൾക്കുന്ന സമയത്തും, എന്ത് കാര്യം നമ്മൾ കാണുന്ന സമയത്തും, എന്ത് കാര്യം നമ്മൾ അറിയുന്ന സമയത്തും അതിന്റെ ആന്തരിക സത്ത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പ്രിയ സുഹൃത്തുക്കളെ. അത് മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾക്ക് അതിൽ നിന്നുള്ള പോസിറ്റീവ് എന്താണോ നെഗറ്റീവ് എന്താണെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്തെങ്കിലും കേൾക്കുന്നത് കൊണ്ടോ, എന്തെങ്കിലും പറയുന്നത് കൊണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടോ നമ്മൾ ആവേശത്തോടു കൂടി ഇതിനെ ഏറ്റെടുത്ത് ചെയ്യുക അല്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം നമ്മൾ കേൾക്കുന്ന സമയത്തും, ഒരു കാര്യം നമ്മൾ അറിയുന്ന സമയത്തും ആ അറിവിനെ കുറിച്ച്, ആ കേട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ചിന്തിച്ചറിയുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യത്തിലൂടെയായിരിക്കണം നമ്മൾ സഞ്ചരിക്കേണ്ടത്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു, നമ്മൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ചും, MI ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പ്രത്യേകിച്ചും ഇത് നല്ലതാണ് എന്ന് നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ നല്ലതിനെ നമ്മൾ പിന്നീട് തള്ളിപ്പറയേണ്ട അവസ്ഥ വരികയാണെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, അത് നമ്മൾ ചെയ്യുന്ന പാപമാണ് പ്രിയ സുഹൃത്തുക്കളെ. നമ്മളെ ഒരേ ബുദ്ധിയിൽ, ഒരേ ചിന്താഗതിയിൽ, ഒരേ ശരീരത്തിൽ നമ്മൾ നല്ലതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന സാറ്, ഇപ്പൊ MC കൈകാര്യം ചെയ്ത സാറ്, ആ സാറ് നമ്മൾ തമ്മിൽ പരിചയമുണ്ട് എങ്കിൽ, സാറ് നല്ല വ്യക്തിയാണ് എന്ന് ഞാൻ ഒരിക്കൽ പോലെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ, പിന്നീട് ഞാൻ ഇയാളെ മോശക്കാരനാണെന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പോരായ്മയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറവുകളല്ല പ്രിയ സുഹൃത്തുക്കളെ, അതെന്റെ കുറവായിട്ട് മനസ്സിലാക്കണം. കാരണം എന്റെ തിരിച്ചറിവുകൾ കറക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും നെഞ്ചോടെ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു മേഖല, ഇത് നമ്മൾ ഇന്ന് പറയുന്നു ശരിയാണ് എന്ന് പിന്നീട് നമ്മൾ പറയേണ്ടി വരുന്ന ഗതിയിലേക്ക് നമ്മൾ പോകരുത് പ്രിയ സുഹൃത്തുക്കളെ. അവിടെയാണ് നമ്മളെ തിരിച്ചറിവ്, നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്ന് സമൂഹം നിരീക്ഷിക്കുന്നുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും നല്ലതെന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പിന്നീട് തള്ളിപ്പറയേണ്ടി വന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെ സ്വയം ഇല്ലാതാകുന്നതിന് തുല്യമാണ് പ്രിയ സുഹൃത്തുക്കളെ. അതുകൊണ്ട് എല്ലാവരും ഇന്ന് ശരിയെന്ന് തോന്നി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കൽ പോലും വേറൊരുത്തന്റെ തലച്ചോറിന് പണയം വെച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറരുത് പ്രിയ സുഹൃത്തുക്കളെ. അവിടെയാണ് ഞാൻ ആര്, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, എന്താണ് നിങ്ങൾ പറയുന്നത്, ആ തരത്തിലേക്ക് മാറേണ്ടത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഈ ബിസിനസ്സിലൂടെ നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ നമ്മൾ രാവിലെ നേരങ്ങളിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ നമ്മൾ പങ്കെടുക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ ബിസിനസ്സിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ഈ ബിസിനസ്സിനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്, സത്യസന്ധമായിട്ടാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊപ്പം വന്നിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളെ അവരെ നിങ്ങൾ അകമഴിഞ്ഞ് സ്നേഹിക്കുക പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോഴും വായിച്ചറിയാറുണ്ട്, നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പര്യായം അമ്മയാണ് എന്നാണ്. പ്രിയ സുഹൃത്തുക്കളെ, അമ്മയാണ്, ഉമ്മയാണ് നമ്മളെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പര്യായം. ഈ നിസ്വാർത്ഥ സ്നേഹം പര്യായ അമ്മയായി കാണുന്നതിന്റെ കാരണം എന്താണ്? അതൊന്നും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പര്യായം അമ്മയാകുന്നത്, അമ്മ ഒരു മക്കളെ വളർത്തുന്നത് ഒരിക്കലും ഒരു പ്രതിഫലം ഇച്ഛിച്ചു കൊണ്ടല്ല പ്രിയ സുഹൃത്തുക്കളെ. പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ എന്ത് കൊടുത്താലും, ഈ ദുനിയാവിൽ നിങ്ങൾ എന്ത് തന്നെ കൊടുത്താലും ആ ഉമ്മയ്ക്ക് പകരം ഒന്നും കൊടുക്കാനില്ല. നമ്മൾക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള സകല ശക്തിക്ക് മുമ്പിൽ നമ്മൾക്ക് ഒന്നും തിരിച്ചു കൊടുക്കാനില്ല പ്രിയ സുഹൃത്തുക്കളെ. ആ തിരിച്ചു കൊടുക്കാൻ എന്റെ മകന് കഴിയില്ല എന്ന് പൂർണ്ണ ബോധത്തോടു കൂടിയാണ് നമ്മളെ ഉമ്മ അല്ലെങ്കിൽ അമ്മ നമ്മളെ വളർത്തി വലുതാക്കുന്നത്. അതുപോലെ ആയിരിക്കണം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെ കൂട്ടത്തിൽ വന്നിട്ടുള്ള, നമ്മളെ കൈപിടിച്ചിട്ടുള്ള ഒരാളെ പോലും നമ്മളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ കാണാതെ, ഞാനും നീയും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇന്ന് പ്രാർത്ഥനാ ഗീതത്തിൽ പറഞ്ഞതുപോലെ എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ആ സർവശക്തിയാണ് എന്നിലും നിങ്ങളിലും എല്ലാത്തിലും കുടികൊള്ളുന്നത് പ്രിയ സുഹൃത്തുക്കളെ. ഇവിടെ ആരും വിഭിന്നമല്ല, എല്ലാം ഒന്നാണ് പ്രിയ സുഹൃത്തുക്കളെ. നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെ ചിന്താധാര കൊണ്ടും മാനസിക കഴിവ് കൊണ്ടും മാനസിക ശക്തി കൊണ്ടും നമ്മൾ വേറെ വേറെയായി കാണുകയാണ്. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രാപഞ്ചിക ശക്തി അതെല്ലാത്തിലും ഒന്നാണ് പ്രിയ സുഹൃത്തുക്കളെ. ആ ഒരു ആത്മമായ പരമമായ സത്യത്തെ നമ്മൾ ബോധത്തോടു കൂടി കാണുക. നമ്മൾ തൊപ്പിയിടുന്നത് കൊണ്ടും കുരി തൊടുന്നത് കൊണ്ടും
കുരിശ് വരയ്ക്കുന്നത് കൊണ്ടും അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമായി നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ളതല്ലാതെ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടിയിൽ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ, ഈ ദൈവത്തിന്റെ സൃഷ്ടിയിലും ദൃഷ്ടിയിലും നമ്മളെല്ലാവരും ഒന്നാണ് പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്ന സമയത്ത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാകുന്നു. അതുപോലെ നിങ്ങൾ എന്നെ വെറുക്കുന്ന സമയത്ത് അത് നിങ്ങളെ തന്നെ വെറുക്കുന്നതായിട്ട് മാറുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം, ദൈവിക ചൈതന്യം ഒന്നാണ് പ്രിയ സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മളെ കൂടുതൽ വന്നിട്ടുള്ള ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഇതുപോലെ ഒരു അമ്മ മക്കളെ എങ്ങനെയാണോ, ഒരു ഉമ്മ മക്കളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ സ്നേഹിക്കുക. എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മലേഷ്യക്ക് പോവുകയുണ്ടായി. ഹരീഷ്ണ സാറിനും ബെല്ലി സാറിനും ഒക്കെ അറിയുന്ന കാര്യമാണ്. ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം മലേഷ്യക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി. അത് പറ്റിക്കപ്പെട്ടതാണ്. ആ പോകുന്ന സമയത്ത് ആ ചെയ്യേണ്ട ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അവിടെ മലേഷ്യക്ക് പോകാൻ പറ്റില്ല. എയർപോർട്ടിൽ വെച്ചിട്ട് അവിടെ പിടിക്കപ്പെട്ട് അവിടെ ഒരു മാസകാലം അവിടെ ജയിലിൽ കഴിയുന്ന പോലെ ഒരു മാസകാലം ഞാൻ താമസിക്കുകയുണ്ടായി. ആ താമസിക്കുന്ന സമയത്താണ് വലിയ പെരുന്നാൾ അന്ന് അവിടെ വരുന്നത്. വലിയ പെരുന്നാളാണോ ചെറിയ പെരുന്നാളാണോ എന്ന് എനിക്കറിയില്ല. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ എനിക്കൊരു വലിയൊരു തിരിച്ചറിവ് വന്നൊരു കാര്യം. കാരണം നമ്മൾ മറ്റു മതസ്ഥരെ കുറിച്ചിട്ട് നമ്മൾ എന്താണോ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് ശരിയാവണമെന്നില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു നിമിഷങ്ങളായിരുന്നു ആ ഒരു കുറച്ചു കാലങ്ങളിൽ എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. അന്ന് ആ ഒരു ഹാളിൽ വെച്ചുകൊണ്ട് ഈ പെരുന്നാളിന്റെ വലിയ പെരുന്നാളോ എന്നറിയില്ല, ആ പെരുന്നാളിന്റെ രാവിലെ വെളുപ്പ് സമയത്ത് അവിടെ ഒരു ഈദ് എന്തെന്നാ അതിനെ കൊണ്ട് പറയാ, ഈദ്ഗാഹ് ആ ഒരു നമസ്കാരം ഞാൻ അവിടെ ഇരുന്നു കൊണ്ടാണ് ഇവരെല്ലാവരും കൂട്ടത്തോടെ നമസ്കരിക്കുന്നത്. അത് നമസ്കരിക്കുന്ന സമയത്ത് ഇവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കേട്ട സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ മുന്നിൽ നേതൃത്വം കൊടുക്കുന്ന ആള് പ്രാർത്ഥിക്കുന്നത് എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും അവരെ കുടുംബത്തിലുള്ള ഓരോ മക്കൾക്കും ഭാര്യക്കും ഉമ്മമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും സൗഖ്യങ്ങൾ കൊടുക്കണമേ കാരണഭൂതനായ അള്ളാഹുവെ. അത് പറയുന്ന സമയത്ത് അദ്ദേഹവും കരയുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇത് കേൾക്കുന്ന ആൾക്കാരും കരയുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കത് ഞാൻ ഞെട്ടിപ്പോയ നിമിഷങ്ങളായിരുന്നു. ആർക്കോ വേണ്ടി ആരോ പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. മനുഷ്യന്റെ നന്മക്ക് വേണ്ടി, ഗോത്രത്തിന് വേണ്ടി, കുലത്തിന് വേണ്ടി മനുഷ്യന്മാർ ഒന്നടങ്കം കൂട്ടത്തോടെ പ്രാർത്ഥിക്കുക. ബെല്ലി സാർ എപ്പോഴും പറയുന്ന വാക്കുണ്ട്, കൂട്ടമായ പ്രാർത്ഥനയും കൂട്ടമായ പ്രവൃത്തിയും ഫലം ചെയ്യുമെന്ന് അവിടെ നിന്ന് ബോധ്യപ്പെട്ടതാ. ആ ഈദ്ഗാഹിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ശക്തികളും ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ ഒരു എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ. അത് നാഥനോടും പ്രാർത്ഥിക്കുന്നു, അതുപോലെ തമ്മിൽ പ്രാർത്ഥിക്കുന്നു. എത്ര മഹത്തരമായി ഊഷ്മളമായ, ഞാൻ ഇപ്പോഴും അത് കാണുന്ന സമയത്ത് എന്റെ മനസ്സ് പടയ്ക്കുന്ന ഒരു സംഭവം. അത് ഇതുപോലെ ആയിരിക്കണം പ്രിയ സുഹൃത്തുക്കളെ, ഇതുപോലെ ആയിരിക്കണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 95% വരുന്ന റോബർട്ട് കിയോസാക്കി പറയുന്നുണ്ട്, 95% വരുന്ന സാധാരണക്കാരനായിട്ടുള്ള നമ്മളെ പോലുള്ള വ്യക്തികൾ 5% വരുന്ന സമ്പന്നതയിലേക്ക്, ഹിന്ദു ആചാരപ്രകാരം പറയുന്നു അഷ്ടൈശ്വര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഐശ്വര്യമാണ് ധനം. ഈ ധനം ചേർന്നാൽ മാത്രമേ 8 ഐശ്വര്യങ്ങൾ ഒന്നാകൂ. അതില്ലാതെ ബാക്കി 7 ഐശ്വര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, 7 ഐശ്വര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണനല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് പ്രിയ സുഹൃത്തുക്കളെ, പണം എന്ന് പറയുന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ പൂർണ്ണനല്ല പ്രിയ സുഹൃത്തുക്കളെ. ആ പൂർണ്ണത കൈവരിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള പരമകാരണീയനായിട്ടുള്ള അള്ളാഹുവാണോ യേശുവാണോ കൃഷ്ണനാണോ ആരായാലും ശരി, അവർ തന്നിരിക്കുന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാരന് തന്നിരിക്കുന്ന ഒരു വലിയൊരു സത്യമാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു ബിസിനസ് അവസരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് ഞാൻ 8 ലക്ഷം രൂപ വരുന്ന എൻ്റെ ഒരു സ്വന്തം കാറിലാ. പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിന്റെ സാധ്യതയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഇതിനെ നിങ്ങൾ ചെറുതായി കാണരുത് പ്രിയ സുഹൃത്തുക്കളെ. ഒന്നിനെ കുറിച്ചുള്ള വലിപ്പം മനസ്സിലാക്കാതെ അതിനെ സരസമായിക്കൊണ്ട് നമ്മൾ ലാഘവത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്ത് മുന്നോട്ട് ചെയ്യുന്നെങ്കിൽ അതിനെക്കാട്ടും വലിയൊരു പാപമില്ല പ്രിയ സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു ബിസിനസ് അവസരമാണ്. മനുഷ്യ,
നിങ്ങൾക്ക് ധനമുണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഇതാ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൈകളിലേക്ക് തന്നിരിക്കുന്ന ഒരു പുണ്യമായ ഒരു പ്രവൃത്തിയാണ്, പുണ്യമായ ഒരു സംഭവമാണ്, പുണ്യമായ ഒരു ബിസിനസ് ആണ് പ്രിയ സുഹൃത്തുക്കളെ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. ആത്മാർത്ഥമായി നിങ്ങൾ നെഞ്ചോടെ ഏറ്റെടുത്ത് ചെയ്യുക. ഇന്ന് സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അതുവരെ എന്റെ 49ാമത്തെ വയസ്സിലാണ് എനിക്ക് ഈ ബിസിനസ് അവസരം എന്റെ കയ്യിലേക്ക് വന്നിട്ടുള്ളത്. അത് കിട്ടുന്ന സമയത്ത് എന്തെല്ലാമോ ചെയ്തു. ഞാൻ എപ്പോ പാടിപ്പതിഞ്ഞ ചെറുപ്പത്തിലെ പാടാറുള്ള ഒരു പാട്ടുണ്ട്, നമ്മൾ ജീവിതത്തിൻ പൊരുളറിയാതെ ഭ്രാന്തൻ എന്ന പോലെ അലഞ്ഞലഞ്ഞൻ ജീവൻ പാഴായി പോയിടുന്ന കാലേ നിന്നനർഘമാം സന്ദേശം വന്നു ചേർന്നു പുണ്യം വരികയായി ഞാൻ നിന്റെ പിന്നിൽ നീ ഗമിക്കൂ മുന്നിൽ എന്ന് പറയുന്നതിന്റെ അക്ഷരം പ്രതി അത് സത്യമായിക്കൊണ്ടാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു സംഭവം, ഈ ഒരു ബിസിനസ് അവസരം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇത് പരമമായ സത്യമാണെന്നും ഇതിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായതോടുകൂടി അന്ന് ഞാൻ ഏറ്റെടുത്തു, ഈ ബിസിനസ് ഏറ്റെടുത്തു. അതിന് എനിക്ക് നേതൃത്വം തന്നിട്ടുള്ള ഇതുപോലെ ഹരികൃഷ്ണ സാറും ബിജു BK സാറും ശ്രീധരൻ സാറും അതുപോലെ തന്നെ ബെല്ല് സാറും ശൈലേഷ് സാറും എന്നുള്ള ആളുകളെ നിങ്ങൾ എപ്പോ ശ്രദ്ധിച്ചു നോക്കുക. വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഈ ബിസിനസിനെ കുറിച്ചിട്ടോ മറ്റുള്ളതിനെ കുറിച്ചോ ഒരു അറിവുമില്ലാത്ത വല്ലീശൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു തലത്തിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഏതോ ഒരു IPS ഉദ്യോഗസ്ഥൻ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ സ്രാവുകൾക്കൊപ്പമാണ് പ്രിയ സുഹൃത്തുക്കളെ നീന്തുന്നത്, സ്രാവുകൾക്കൊപ്പമാണ് ഞാൻ നീന്തുന്നത്. ഇതുപോലെ തന്നെ ബെല്ല് സാറെ പോലെയുള്ള, ശൈലേഷ് സാറെ പോലെയുള്ള, ശ്രീധര സാറേയും വിജി സാറേയും ഹരികൃഷ്ണൻ സാറെ പോലുള്ള മഹാന്മാരായിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ മാറിയിട്ടുള്ള അവരുടെ ഒപ്പമാണ് പ്രിയ സുഹൃത്തുക്കളെ ഒരു മത്സ്യത്തൊഴിലാളിയായ, ഒരു മുക്കുവനായ, ഒരു വല്ലീശൻ എന്ന് പറയുന്ന വ്യക്തി നീന്തുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഒപ്പം നീന്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രിയ സുഹൃത്തുക്കളെ. ഏറ്റെടുക്കുന്ന ദൗത്യം അതിന്റെ പൂർണ്ണത മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ ശരി മനസ്സിലാക്കിക്കൊണ്ട് അത് നെഞ്ചോട് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് ഇനി മരണാവസാനം വരെ, ജീവിത അവസാനം വരെ ഇതാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർക്കൊപ്പം ഞാൻ തുല്യമായി നിന്നുകൊണ്ട് നീന്തുന്നുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യതയിൽ മനസ്സിലാക്കേണ്ട ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം കൈപിടിക്കാൻ ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള, അറിവിന്റെ കൂമ്പാരങ്ങളായിട്ടുള്ള, ഇതുപോലെ ഉസ്താദുമാരായിട്ടുള്ള, ഇതുപോലെ പ്രചാരകന്മാരായിട്ടുള്ള നിരവധി വ്യക്തികളാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ കൈപിടിച്ചിരിക്കുന്നത്. എന്തിന് നമ്മൾ ഭയക്കണം, എന്തിന് നമ്മൾ വയ്ക്കണം? നമ്മളെ ഒപ്പം സഞ്ചരിക്കാൻ ആളുണ്ടാകുന്ന സമയത്ത് ആ സഞ്ചരിക്കുന്ന ആളെ ജീവൻ പോയാലും, ആ സഞ്ചരിക്കുന്ന ആളുകളുടെ ജീവിതം പോയാലും മാത്രമേ നമ്മൾക്ക് അത് ബാധിക്കുകയുള്ളൂ പ്രിയ സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മളെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഇതിന്റെ ഒപ്പം നീന്തുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. അല്ലാതെ പിന്നിലോ മുമ്പിലോ നിന്നല്ല പോകുന്നത്, നമ്മളെ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനു ഭയപ്പെടണം പ്രിയ സുഹൃത്തുക്കളെ? അവിടെയാണ് നമ്മൾ ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കേണ്ടത്. വലിയ കമ്പനിയാണ്, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് 1ാം നമ്പറിൽ അല്ലെങ്കിൽ നമ്പർ 1 ആയി മാറുന്നത് എല്ലാവർക്കും അറിയുന്നതാ. ഇതൊക്കെ നമ്മളെ ട്രെയിനിങ്ങുകൾ നമ്മളെ പഠിപ്പിക്കുന്നതാ. ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഇതൊക്കെ നിങ്ങൾ പല സ്ഥലത്തുനിന്ന് കേൾക്കുന്ന 2 ഡേ ട്രെയിനിങ്ങിലും 1 ഡേ ട്രെയിനിങ്ങിലും അല്ലാതെ എല്ലൊക്കെ നമ്മൾ എല്ലാവരും സംസാരിക്കാറുണ്ട്. പിന്നെ അതിന്റെ ഭാഗത്തു കൂടി തന്നെ ഞാനും പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. നമ്മൾ ചിന്തിക്കുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാ. എവിടെ ജനിച്ചു, ആരായി ജനിച്ചു എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാ. ഇന്ന് ഞാൻ ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി പറയുന്നുണ്ട്. ഇന്ന് മഹാന്മാരെ ലോകം ആരാധിക്കുന്ന എല്ലാ വ്യക്തികളും സമ്പന്നതയിൽ നിന്ന് വന്നതല്ല പ്രിയ സുഹൃത്തുക്കളെ. എല്ലാവരും ഇതുപോലെ താഴേക്കിടയിൽ നിന്ന് വന്ന വ്യക്തികളാണ്. 99.9% ആളുകളും എല്ലാവരും താഴെ കിടന്ന് വന്ന് നിങ്ങൾ എന്ത് പറയുന്നത്? ഞങ്ങളെ ഹിന്ദു പുരാണങ്ങൾ എഴുതിയിട്ടുള്ള രാമായണം എഴുതിയിട്ടുള്ള വാത്മീകി മഹർഷി ഒരു രത്നാകരനായിരുന്നു, കാട്ടാളനായിരുന്നു. അവന് എന്താണ് ശരി എന്താണ് തെറ്റെന്നറിയാത്ത സപ്തഋഷിമാരിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ബോധോദയത്തിലൂടെയാണ് അദ്ദേഹം രചിച്ച കാവ്യമാണ് രാമായണം എന്ന് പറയുന്നത്. അതേപോലെ വേദവ്യാസൻ എന്ന് പറയുന്ന ഒരു മുക്കവ സ്ത്രീയിൽ നിന്ന് സാധാരണ അച്ഛനമ്മമാരുണ്ടാകുന്ന പോലെ അല്ലെ മക്കൾ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി ജന്മം നൽകിയ വ്യക്തിയല്ല വേദവ്യാസൻ. ആ ഒരു മഹർഷി ഈ പറയുന്ന രീതിയിലേക്ക് മഹാഭാരതം രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ഇന്ന് നമ്മൾ ലോകം ആരാധിക്കുന്ന ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, മുഹമ്മദ് നബി റസൂലുള്ളാഹി അലൈഹി വസല്ലം അദ്ദേഹം ഈ പറയുന്നത് സുഖവാസത്തിൽ നിന്നുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഈ ഒരു ഖുർആൻ, പരിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ളത്. തിറ ഗുഹയില് തപസ് ചെയ്യുന്ന സമയത്ത് തപസിദ്ധി കൊണ്ട് മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു നേരിട്ട് കൊടുത്തു എന്ന് പറയുന്നു. നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ധ്യാനാവസ്ഥയിൽ കിട്ടുന്ന തിരിച്ചറിവുകൾ, അതാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഏറ്റെടുത്ത് കോടാനകോടി ജനങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്ന വാക്കുണ്ട്,
നമ്മളെ മുമ്പിലുള്ള മഹാന്മാരായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ, അത് യേശു ക്രിസ്തു ആയാലും ശരി, മുഹമ്മദ് നബി ആയാലും ശരി, അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണനായാലും ശരി, ഇവര് 3 പേരെയും നമ്മൾക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ എപ്പോഴും പറയുന്ന വാക്കുകളാണിത്, വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതുപോലെ ഇസ്ലാം മത പ്രവാചകനും ആശയവും കൊണ്ട് ലോകമൊട്ടക്കും സഞ്ചരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലമിന് ഒരിക്കലും 2 കൈയും നീട്ടി ഈ ലോകം സ്വീകരിച്ചിട്ടില്ല പ്രിയ സുഹൃത്തുക്കളെ. കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചിട്ടുള്ള നിഷേധിയാണെന്ന് പറഞ്ഞ് എത്രയോ സ്ഥലത്തുനിന്ന് പിന്തിരിഞ്ഞ് ഓടിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട്, എന്നിട്ട് പോലും അദ്ദേഹം മഹാനാണെന്ന് ആയിട്ട് പോലും അദ്ദേഹം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു. ഇതുപോലത്തെ ക്രിസ്തുമത പ്രചാരണം കൊണ്ട് ലോകമെമ്പാടും സഞ്ചരിച്ചായിരുന്ന അദ്ദേഹത്തിനും അവസാനം 6 ഇഞ്ച് ആണിയാണ് അടിച്ചു കയറ്റിയിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനായാലും ഹിന്ദു പുരാണത്തിലെ ശ്രീകൃഷ്ണനായാലും ശരി, അതുപോലെ ശ്രീരാമനായാലും ശരി, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അനുഭവിച്ചാണ് പ്രിയ സുഹൃത്തുക്കളെ. അവിടെയാണ് നമ്മൾ ബോധവാനാകേണ്ടത്. നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അത് ജീവിത അഭിലാഷമായി കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാവും എന്ന് നമ്മളെ മഹാന്മാർ നമ്മൾ മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന മഹാന്മാരെ അനുഭവിച്ചുള്ള വേദനകൾ. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളൊരു സാംസ്കാരിക നായകന്മാരായി മാറാനുള്ള ഒരു അവസരമാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ മുമ്പിൽ വരാൻ വേണ്ടി പോകുന്നത്, നമ്മൾക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇനി വരാൻ വേണ്ടി പോകുന്ന കാലത്തെ, നമ്മൾ ഇനി വരാൻ വേണ്ടി പോകുന്ന സാംസ്കാരിക നായകന്മാരായി മാറും. നമ്മളെ ബെല്ലി സാറായാലും ശൈലേഷ് സാറായാലും എന്ന മഹാന്മാരായിട്ടുള്ള ആളുകളായി ഈ സമൂഹം ആചരിക്കുന്ന കാലഘട്ടം വരാൻ വേണ്ടി പോകുന്നു പ്രിയ സുഹൃത്തുക്കളെ. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളിലേക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കോടാനുകോടി ജനങ്ങൾക്ക് ഇതുപോലൊരു പുത്തൻ ആശയം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രചാരകന്മാരായി മാറിയിട്ടുള്ള, ഇതുപോലെ റസൂലുള്ളാഹി അലൈഹി വസല്ലമിനെ പോലെയും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ പോലെയും ഇതുപോലെ പ്രചാരകന്മാരായിട്ട് മാറാൻ, ചട്ടമ്പി സ്വാമികളെ പോലെയും ശങ്കരാചാര്യരെ പോലെയും ഇങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളെ പോലെ ഇവരൊക്കെ പിന്നീട് വാഴ്ത്തപ്പെട്ടിരിക്കും, ഒരു സംശയവുമില്ല. അതേ പാതയിലൂടെയാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ സഞ്ചരിക്കുന്നത്. സാമ്പത്തിക വിപ്ലവത്തിന് വേണ്ടി, സാമ്പത്തിക മാറ്റത്തിന് വേണ്ടി, സാമ്പത്തിക പരിവർത്തനത്തിന് വേണ്ടി നിങ്ങൾ മാനസികമായി തയ്യാറുള്ള വ്യക്തിയാണ് എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു അവസരം. ഈ അവസരത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമിയിൽ രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളെ ഈ ജീവിതകാലം, ശിഷ്ടകാലം നിങ്ങൾ ഒരു ധനികനായി മാറാനും സമ്പന്നനായി മാറാനും നിങ്ങൾക്ക് കഴിയാൻ പറ്റും. ഏതോ ഒരു വ്യക്തി പറയുന്ന വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളൊരു സമ്പന്നനാകുക എന്ന് പറയുന്നത് നിങ്ങൾ സമ്പന്നതയിൽ സുഖലോലുപതയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ. നമ്മളൊരു സമ്പന്നനായി നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കഴിയുന്ന കുറെ ഉപകാരങ്ങൾ നമ്മൾക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റും പ്രിയ സുഹൃത്തുക്കളെ. നമ്മളെ കാണേണ്ടത് അങ്ങനെയായിരിക്കണം പ്രിയ സുഹൃത്തുക്കളെ. എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ നാട്ടില്. എത്രയോ ആളുകൾ നമ്മൾ ഈ ചിന്തിക്കുന്ന പോലെ കഴിയാത്തതും, അതുപോലെ നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ കഴിയാത്തതും, നമ്മൾ പെരുമാറും പോലെ പെരുമാറാൻ കഴിയാത്തതും, എന്തിനേറെ പറയുന്നു, നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി തന്നെ ചിന്തിക്കാൻ പറ്റാത്ത ആയിരക്കണക്കിന് കോടാനുകോടി ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. നമ്മളൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള സത്യസന്ധമായ രീതിയിൽ, ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന പണങ്ങൾ നമ്മൾ ഇതുപോലെ പലർക്കും നമ്മൾ ദാനം കൊടുത്തുകൊണ്ട് നമ്മളെ സമൂഹത്തിന് ഉണർത്തിക്കൊണ്ടുവരും പ്രിയ സുഹൃത്തുക്കളെ. അതിനു കൂടിയാണ് നമ്മളൊക്കെ ഈ വഴിക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ നമ്മളൊക്കെ രക്ഷപ്പെടുക, നമ്മളൊക്കെ ജീവിതത്തിൽ വലിയവരായി മാറുക എന്നുള്ള മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിന്റെ അനന്തരഫലം. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ബിസിനസ്സിലൂടെ നമ്മൾ ഏതൊക്കെ തലത്തിലേക്ക് എത്താൻ പറ്റും അതൊക്കെ നേടിയെടുക്കാൻ പറ്റും, ഒരു സംശയം വേണ്ട. അതിനൊക്കെ നമ്മൾ മാനസികമായിക്കൊണ്ട് നമ്മളെപ്പോഴും ഈ ഒരു ബിസിനസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ബിസിനസ് സൈഡായിട്ട് ചെയ്യരുത്. നിങ്ങൾ ഈ ബിസിനസ് ഫുൾ ടൈം ചെയ്യരുത്. നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ലൈഫ് ടൈമായി ചെയ്യണം പ്രിയ സുഹൃത്തുക്കളെ. ജീവിതചര്യയായിട്ട് കാണണം പ്രിയ സുഹൃത്തുക്കളെ. അതിനൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇതുപോലെ എന്റെ മുമ്പിലിരിക്കുന്ന ഉസ്താദ് രാവിലെ, എനിക്ക് തോന്നുന്നത് 4 മണിക്കോ അല്ലെങ്കിൽ 4:30 5 മണിന്റെ മുമ്പേ എണീക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് വ്യക്തി എണീക്കുന്ന സമയത്ത് പ്രാർത്ഥനയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും, ഞങ്ങളുടെ മതത്തിൽ പറയുന്ന, ഹിന്ദു മതത്തിൽ പറയുന്ന സ്വാമിമാരും സന്യാസിമാരും, അതുപോലെ ക്രിസ്തു മതത്തിൽ പറയുന്ന പള്ളിയിലച്ചന്മാരും, അതുപോലെ അതോട് ബന്ധപ്പെട്ട ആളുകളും, ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ മുസ്ലിം മതത്തിലെ ആ പള്ളിയായിട്ട് മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ, ഇവരെല്ലാവരും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അവരൊന്നും ഒരിക്കലും സീസൺ ഭക്തി കൊണ്ട് നടക്കുന്നവരല്ല പ്രിയ സുഹൃത്തുക്കളെ.
അവരൊന്നും സീസൺ ഭക്തി കൊണ്ട് നടക്കുന്നതല്ല. ഈ പറയുന്ന ഈ ഉമർ സാർ തന്നെ പറയുന്നുണ്ട്, ഉസ്താദ് സാർ തന്നെ പറയാറുണ്ട്, എനിക്ക് ആകെ ചെറിയ തുച്ഛമായ ശമ്പളമാണ് ഞാനത് എനിക്ക് കിട്ടിയിരുന്നത്. എന്തുകൊണ്ട് ആ തുച്ഛമായ ശമ്പളത്തിൽ വേറൊരു പണി ഇല്ലാഞ്ഞിട്ടാണോ ആ ഒരു തുച്ഛമായ ശമ്പളത്തിൽ അത് നിൽക്കുന്നത്? അതല്ല പ്രിയ സുഹൃത്തുക്കളെ. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഒരു പുണ്യകർമ്മമാണെന്നും ആ പുണ്യകർമ്മത്തിന് അള്ളാഹുവാണ് അല്ലെങ്കിൽ വേറൊരു ശക്തിയാണ് എനിക്ക് പ്രതിഫലം തരുന്നതെന്നും ഇതെനിക്ക് ഈ ഒരു ഭൗതിക ലോകത്ത് ജീവിക്കാനുള്ള ഒരു ചെറിയൊരു വരുമാനമാണെന്നും ആ സത്കർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് പ്രിയ സുഹൃത്തുക്കളെ അതുപോലെ ആയിരിക്കണം പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങൾ പണത്തെ ആഗ്രഹിക്കേണ്ട പ്രിയ സുഹൃത്തുക്കളെ. ഈ ചെയ്യുന്ന ബിസിനസ്സിനെ നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി. ഈ ബിസിനസ് മതി നിങ്ങളെ രക്ഷപ്പെടുത്താൻ. ഈ ബിസിനസ്സിലൂടെ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കേണ്ട രീതിയാണ് ഞാൻ പറയുന്നത്. ഇതൊരിക്കലും പാർട്ട് ടൈം ആയിട്ടോ ഈ ഫുൾ ടൈം ആയിട്ടോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ലൈഫ് ടൈം ആയിട്ട് ചെയ്യുക. ശബരിമലക്ക് പോകുന്ന ആൾക്കാര്, അതുവരെ കുടിച്ച് കൂത്താട്ടി നടക്കുന്ന ആൾക്കാര് ആ സമയത്ത് മാലയിട്ടുകൊണ്ട് ശബരിമലയിൽ പോകുന്നത് പോലെ അങ്ങനെ ചെയ്യേണ്ടതല്ല. ഇത് ജീവിതം തന്നെ ജീവിത വ്രതമായി കാണണം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് തുടങ്ങി, ഇന്ന് രാവിലെ നമ്മൾ ഇതുപോലെ തുടങ്ങി. ഇനി രാത്രി 10 മണി 11 മണി നമ്മൾ ഉറങ്ങുന്നത് വരെ ഈ ചിന്ത മാത്രമേ ഉള്ളൂ പ്രിയ സുഹൃത്തുക്കളെ. അങ്ങനെ ആയിരിക്കണം. ഇവരാരും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ക്ഷേത്രവാസികളായാലും ശരി, മസ്ജിദ് വാസികളായാലും ശരി, പള്ളിയിലെ ചർച്ചിന്റെ വാസികളായാലും ശരി, ഇവരാരും തന്നെ പ്രതിഫലം ഇച്ഛിക്കാതെയാണ് സ്വധർമ്മം അനുഷ്ഠിച്ചു കൊണ്ട് നിൽക്കുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മളെ സ്വധർമ്മമായി മാറണം ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത് പ്രത്യേകിച്ച് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്, ഇതിന്റെ മാനേജ്മെന്റ്, ഇതിന്റെ പ്രൊഡക്റ്റുകൾ, ഇതിന്റെ ഇൻകം പ്ലാനുകൾ, അതുപോലെ നമ്മളെ കൂട്ടായ്മകൾ, ചങ്ക് പറിച്ച് ബെല്ലി സാർ പറയുന്നത് പോലെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ടുവരുന്ന ലീഡേഴ്സ് ഉണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ മുമ്പിൽ. നിങ്ങൾ ഏത് കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ വിളിപ്പുറത്ത് അദ്ദേഹം വന്നിരിക്കും, ആ ലീഡർ വന്നിരിക്കും. അങ്ങനെ ആത്മാർത്ഥമുള്ള ലീഡേഴ്സ് ഉണ്ട് പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അത്ര വലിയ ബോധമില്ലെങ്കിലും നമ്മളെ ലീഡേഴ്സിന് പൂർണ്ണമായ ബോധമുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത, നമ്മൾ തെരഞ്ഞെടുക്കുന്ന വഴികളെല്ലാം തന്നെ സത്യസന്ധമാണെന്ന് എല്ലാവർക്കും പൂർണ്ണ ബോധ്യമുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. ആ ഒരു ബോധ്യം നമ്മൾക്ക് കൂടി ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതൊരു രാജ്യത്ത് വരുന്ന സാമ്പത്തിക വിപ്ലവമാണ്. പ്രശസ്തനായിട്ടുള്ള നമ്മളെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം പറയുന്ന പോലെ 25-30 കാലഘട്ടമാകുന്ന സമയത്ത് നമ്മളെ രാജ്യം ഡെവലപ്പാകും പ്രിയ സുഹൃത്തുക്കളെ. അതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയുണ്ട് നെഗറ്റീവും പോസിറ്റീവും. ഈ രാജ്യം സാമ്പത്തിക ശക്തിയായി മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് കടം വാങ്ങിയിട്ടായാലും ശരി, എന്ത് തന്നെ വാങ്ങിയിട്ടായാലും ശരി, നമ്മളെ രാജ്യം സമ്പന്നതയിലേക്ക് പോകുന്നുണ്ട്. ആ സമ്പന്നതയിലേക്ക് പോകുന്ന സമയത്ത് കൊയിലാണ്ടി കടപ്പുറത്തുള്ള വല്ലീശൻ ആ സമ്പന്നതയിലേക്ക് പോകുന്ന വഴിയിലുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെയാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഈ രാജ്യത്ത് വരുന്ന സാമ്പത്തിക മാറ്റത്തിനനുസരിച്ച് ഞാനും ആ പാതയിലുണ്ടോ? അതൊരു വലിയ ചോദ്യമായി കാണണം പ്രിയ സുഹൃത്തുക്കളെ. ഇവിടെ വരുന്ന 6 വരി പാത വരുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 6 വരി പാത വരുന്നുണ്ട്. ഈ പാതയിലൂടെ നിങ്ങൾ അതിവേഗം ആ റോഡിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട്, ഈ ജീവിതത്തിലെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണ് എങ്കിൽ ഈ 6 വരി പാത നിങ്ങൾക്ക് ഉപകരിക്കും പ്രിയ സുഹൃത്തുക്കളെ. അതിന് പകരം നിങ്ങൾക്ക് അത് ആസ്വദിക്കാനുള്ള മാനസികമായിട്ടുള്ള കരുത്തില്ല എങ്കിൽ, അതിന് സാമ്പത്തികമായി കരുത്തില്ല എങ്കിൽ, ശാരീരികമായി കരുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി 6 വരി പാതയുടെ അപ്രോച്ച് റോഡുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൂടാടി ഇറങ്ങാം, നന്ദിയിൽ ഇറങ്ങാം, അതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ ഇറങ്ങാം, തിക്കോടിയിൽ ഇറങ്ങാം, എവിടെ വേണമെങ്കിലും ഇറങ്ങിക്കൊണ്ട് അങ്ങ് പോകാം. മറ്റേത് അങ്ങനെയല്ല പ്രിയ സുഹൃത്തുക്കളെ. ഫാസ്റ്റായി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താം. അതുപോലുള്ള പല പുരോഗതികളും നമ്മുടെ രാജ്യത്ത് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി പറയാ. ഈ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ പുരോഗതികളൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ആ ത്വര, നമ്മൾക്ക് ആഗ്രഹം, നമ്മൾക്ക് വീണ്ടും ആവേശം ഉണ്ടാക്കും പ്രിയ സുഹൃത്തുക്കളെ. ഇനി വരാൻ വേണ്ടി പോകുന്ന ആകാശ പാതകളാ. കേരളത്തിൽ മാത്രം, ഇന്ത്യയിൽ ഒട്ടുക്കും കേരളത്തിൽ മാത്രം തന്നെ ഈ 10-15 എയർപോർട്ടുകൾ വരാൻ വേണ്ടി പോകുന്നു. എന്തിനു വേണ്ടി പ്രിയ സുഹൃത്തുക്കളെ? നമ്മൾ ഇന്ന് കാറിലും അതുപോലെ തന്നെ ബസ്സിലും ട്രെയിനിലും സഞ്ചരിക്കുന്ന ദൂരം ഇനി വിമാനമാർഗം അതിന്റെ ചാർജുകളൊക്കെ കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് സുഖസൗകര്യമായ രീതിയിൽ, അപകടങ്ങൾ കുറഞ്ഞ രീതിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ എയർപോർട്ടുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഈ എയർപോർട്ടുകളും ഇതുപോലുള്ള റോഡുകളും ഇതുപോലെ റെയിലുകളും ഇപ്പം വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിൻ വന്നു, അതുപോലെ വന്ദേ മെട്രോ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ അതിലൊക്കെ കയറാനുള്ള ഒരു സൗഭാഗ്യം നമ്മൾക്ക് ഉണ്ടാവണം. ഉണ്ടെങ്കിലും മാത്രമേ അത് പോസിറ്റീവായിട്ട് മാറൂ. പക്ഷെ ഇതൊക്കെ ബൂർഷ കമ്പനികൾക്ക് വേണ്ടിയും ബൂർഷ മുതലാളിമാർക്ക് വേണ്ടിയും എന്ന് പറഞ്ഞുകൊണ്ട് കുത്തക മുതലാളിമാർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ പിന്നോട്ട് മാറുകയാണെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഘോരമായ അത്തിക്ക് ചുറ്റും നേരിയ ചാരത്തിന്റെ വലയം ഉണ്ടാവും. നിങ്ങൾ ചാരത്തിന്റെ വലയമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ചിലൂടെ സഞ്ചരിക്കാം. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാനൊന്നുമല്ല, എനിക്കൊന്നുമില്ല, അങ്ങനെ നിസാരനായിക്കൊണ്ട് നിസാരത്തോടു കൂടി ജീവിക്കാം.
അല്ലാതെ ഈ ഭൂമിയിൽ പടച്ചവൻ നമ്മളെ പടച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എല്ലാം അനുഭവിക്കാനും എല്ലാം കാണാനും കേൾക്കാനുള്ള അർഹത, യോഗ്യത എനിക്കുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി, നിങ്ങളൊരു വാശിയോടുകൂടി ആ ഒരു പ്രയാണത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് അത് കൃത്യമായി നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് അവിടെ എത്തിച്ചേരുമെന്നുള്ള പ്രതിജ്ഞ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ഓരോ വ്യക്തിയുടെയും മാനസികവും ശാരീരികവും സാംസ്കാരികമായിട്ടുള്ള ഒരു പൊരുത്തപ്പെടലുകളുണ്ട് ഇതിന്റെ വിജയത്തിന്റെ പിന്നിൽ. അപ്പൊ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ ഒരു പൊരുത്തപ്പെടലുകൾ ഇല്ല എങ്കിൽ തീർച്ചയായും നമ്മൾക്ക് കുറച്ചുകൂടി സമയം പിടിക്കും. പക്ഷെ അവിടെ നമ്മൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജ്യത്തുള്ള എല്ലാ സമ്പന്നതയും എല്ലാ പോസിറ്റീവും നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റും. അതിൽ നിന്ന് മാറിക്കൊണ്ട്, അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ മാറിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മളെ ബിസിനസ്സും. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ എന്റെ ഈ വരുന്ന സാമ്പത്തികമായ വിപ്ലവങ്ങൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അത് എന്റെ ജീവിതത്തിലും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിലും അനുഭവിക്കാനും കൂടിയാണ് ഈ ഒരു രാജ്യം അങ്ങനെ ചെയ്യുന്നത്. അത് എനിക്കും അനുഭവിക്കണം, എന്റെ കുടുംബങ്ങൾക്ക് അനുഭവിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു സംശയവും നിങ്ങൾ മനസ്സിൽ വെക്കരുത് പ്രിയ സുഹൃത്തുക്കളെ. ഒരു സംശയം, ഒരു തരിമ്പ് സംശയം വെക്കരുത്. നിങ്ങൾ ഇറങ്ങി തിരിക്കുക. ആ ദൗത്യം ഏറ്റെടുക്കുന്ന സമയത്ത് എന്ത് ക്ലേശകരമായ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്തും നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാവാം. ആ പ്രയാസങ്ങളൊക്കെ നമുക്ക് അതൊരു ചവിട്ടുപടിയായി കണ്ടുകൊണ്ട്, ഊന്നുവടിയായി കണ്ടുകൊണ്ട് അതിലൊക്കെ പിടിച്ച് താങ്ങി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുക. അതിന് നമുക്ക് യാത്രാ സൗകര്യങ്ങളില്ലാതിരിക്കാം, നമ്മൾക്ക് സംസാരിക്കാനുള്ള കഴിവുകളില്ലാതിരിക്കാം. ഞാനും ഇതുപോലെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പൊതുവെ കടപ്പുറത്തുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പം തന്നെ ഞാനിത് സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാൻ പറ്റും. ചില വാക്കുകളൊക്കെ ഞാൻ കടപ്പുറത്ത് ഉപയോഗിക്കുന്ന പോലെ ഞാൻ ശീലിച്ചു വന്നതായതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതൊന്നും എന്റെ വിഷയമല്ല. എന്റെ മനസ്സിൽ തോന്നുന്ന എന്ത് കാര്യങ്ങളാണോ അത് വെട്ടി തുറന്ന് പറയാനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ അതിനൊരു തയ്യാറെടുപ്പ് എനിക്ക് ഉണ്ടാക്കി തന്നത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞുതരാം, നമ്മളെ പ്ലാനിനെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ ഇതുപോലെ മനോഹരമായ ഒരു പ്ലാൻ, അത് മനോഹരം എന്ന് പറയുന്നത് ആ കാണുന്ന വരക്കുന്ന രീതിയോ പറയുന്ന രീതിയോ മനോഹരമായത് കൊണ്ടല്ല പ്രിയ സുഹൃത്തുക്കളെ. അതിലൂടെ ഏത് സാധാരണക്കാരനും രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമ്മളെ ലീഡേഴ്സ് ഉറക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് മകുട ഉദാഹരണമാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ ഞാൻ ഇങ്ങനെ 2 ID RTCയും അതുപോലെ സീലിംഗ് അച്ചീവറും അതുപോലെ ഇങ്ങനെ ഘോരമായി സംസാരിക്കാനുള്ള കഴിവും അതുപോലെ ഇങ്ങനെയുള്ള ഒരു AC കാറിൽ സഞ്ചരിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഒക്കെ ഉത്തരവാദി, അതിന്റെ ഒക്കെ കാരണം നമ്മളെ പ്ലാനാണ് പ്രിയ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇതിൽ പുതിയതായിട്ട് വന്ന് കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളെ താഴ്ത്തി ചിന്തിക്കാതിരിക്കുക, നിങ്ങളെ താഴ്ത്തി കെട്ടാതിരിക്കുക. ഞാനും ഈ പ്രപഞ്ചത്തിലുള്ള 2 കൈയും കാലും ബുദ്ധിശക്തിയും ചിന്ത ഹലോ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു മേഖലയിലാണ് പ്രിയ പുതിയതായി വന്നിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ഈ ബിസിനസ്സിനെ സ്നേഹിക്കുക പ്രിയ സുഹൃത്തുക്കളെ. ഒരു തരിമ്പ് വെള്ളം ചേർത്താതെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു തട്ടിപ്പോ ഒരു വെട്ടിപ്പോ ഇല്ലാതെ ഉണ്ടാക്കാതെ, ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു കളവായിട്ടൊന്നും പറയാതെ സത്യമായി ഞാൻ ഇത്രയും സമയം ഇങ്ങനെ ഘോരം സംസാരിക്കുന്നത് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമായ കാര്യങ്ങൾ സത്യമായി നിങ്ങൾ ഉറക്കെ സംസാരിക്കൂ. നിങ്ങളെ തല പോയാലും ശരി ആ നാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്ന പോലെ ഞാൻ ഈ പറയുന്ന സമയത്ത് എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ശരി എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സത്യമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. ആ സത്യം ഞാൻ ഉറക്കെ വിളിച്ചു പറയും. ഇന്നേ വരെ ലോകം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു പാഠമാണത്. ഉറക്കെ സംസാരിക്കണം സത്യത്തിന് വേണ്ടിയിട്ട്. അതുപോലെ സത്യത്തിന് വേണ്ടിയാണ് പ്രിയ സുഹൃത്തെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ആവേശത്തിന് ഒരു തരിമ്പ് പോലും ബാക്കോട്ടില്ല. അത് ആവേശം കെടാതെ ഞാൻ സംസാരിക്കും. അതുപോലെ ആയിരിക്കണം പ്രിയ സുഹൃത്തുക്കളെ. ഇതൊരു ജീവിത വ്രതമായി നിങ്ങൾ കാണണം. ഇപ്പൊ ഉസ്താദിനെ കൊണ്ട് പറഞ്ഞതുപോലെ ആ ജപമാല കയ്യിലെടുത്തുകൊണ്ട് ഈ ആ ജീവൻ ആ ശരീരത്തിൽ നിന്ന് പ്രാണം പോകുന്ന ആ നിമിഷം വരെ എന്താണോ ജപിക്കുന്നത് ആ ജപിക്കുന്ന കാര്യം അത് ജപിച്ചുകൊണ്ടേയിരിക്കും എന്ന് തീരുമാനിക്കുന്നത് പോലെയായിരിക്കണം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ചൈതന്യം, ഈ ശക്തി അത് എവിടുന്നാണോ വന്നത് അവിടത്തേക്ക് തിരിച്ചു പോകുന്നത് വരെ ഞാൻ ചിന്തിച്ചിരിക്കുന്ന ചിന്താധാര, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഇത് സത്യമാണ്, സത്യസന്ധമാണ്. അതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തിരിക്കും. ആ ഒരു ദൃഢപ്രതിജ്ഞ നിങ്ങൾ എല്ലാവരും ശിരസ വഹിച്ചുകൊണ്ട് നമുക്കൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്
നമ്മൾ ആരോ പറയുന്നത് പോലെ നമ്മളൊക്കെ ഒരു കുടുംബമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ഇതിൽ നിൽക്കുന്ന എല്ലാ ചൈതന്യവും ഒന്നാണ്. ആരോ പറയാറുണ്ട് നമ്മുടെ ശരീരം എല്ലാവരും മുറിച്ചു കഴിഞ്ഞാൽ ചുവന്ന രക്തമാണ് വരുന്നതെന്ന്. അത് തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ, എല്ലാത്തിലുമുള്ള ആ ഈശ്വരീയ ചൈതന്യം, ഇതൊക്കെ പ്രപഞ്ചത്തിന്റെ ചൈതന്യമാണ്. അതൊക്കെ നമ്മൾ ആരും ഒന്ന് വേറെയല്ല പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ്, ഏകോദര സഹോദരന്മാരാണ് പ്രിയ സുഹൃത്തുക്കളെ. നീ വിതുമ്പി എന്നാൽ പിടയുന്നത് എന്റെ കരളല്ലയോ എന്ന് ദാസേട്ടൻ പാടിയ പാട്ട് പോലെ, നീ വിതുമ്പി എന്നാൽ നിങ്ങൾ ആരെങ്കിലും, നമ്മളിലുള്ള ആരെങ്കിലും ഒരാൾ സങ്കടപ്പെടുകയാണെങ്കിൽ അത് എന്റെ കൂടി സങ്കടമാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സോട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും സർവ്വ ഐശ്വര്യങ്ങളും സർവശക്തനായ ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു ആയാലും ശരി, അതുപോലെ ഈ യേശു ക്രിസ്തുവായാലും ശരി, ഭഗവാനായ ദൈവമായാലും ശരി, അത് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നെ ക്ഷണിച്ച ഇതുപോലെ ഹരീഷ്ണ സാർ ഇന്നലെ രാത്രി വിളിച്ചു. ഞാൻ ഒരിക്കലും ഹരീഷ്ണ സാറോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാർ ഏത് സമയത്ത് എന്തിനു വിളിച്ചു കഴിഞ്ഞാലും ഞാൻ ഒരു മടിയും പറയില്ല സാറേന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടപ്പെട്ട ഒരു മഹാനായ വ്യക്തിയാണ് അദ്ദേഹം കാണുന്നത് നമ്മുടെ ശരീരം കൊണ്ട് നോക്കുകയാണെങ്കിൽ ചെറുതാണെങ്കിലും മാനസികമായിട്ട് വലിയൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ നമ്മളെ മുമ്പിലിരിക്കുന്നത് ഞാൻ ഇപ്പൊ ശരിക്കും ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മുഖം കണ്ട് സംസാരിക്കുന്നുണ്ട് ഉസ്താദ് സാർ, ഉമര ഉസ്താദ് സാറെ ഒക്കെ എല്ലാവരെയും ഞാൻ അതുപോലെ പൂർണ്ണമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും, സർവചരാചരങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ജീവജാലവും അന്യമല്ല, എല്ലാ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ്. ഇതിനകത്തുള്ള എല്ലാ മനോഹാരിതയും, അത് കുറവായാലും ശരി, നെഗറ്റീവായാലും പോസിറ്റീവായാലും, ഇതൊക്കെ ദൈവം തന്നിട്ടുള്ളതാണ് എന്ന മഹത്തായ ഒരു ആശയം, ഒരു ചിന്താഗതി നമ്മൾക്കുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ എല്ലാവരുടെ മനസ്സിലും അത്തരം ചിന്തകൾ ഉണ്ടാകട്ടെ. ഈ ഒരു ബിസിനസ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗും അതുപോലെ MI ലൈഫ് സ്റ്റൈലും കമ്പനിയെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു വിശ്വാസം നിങ്ങളിൽ എല്ലാവർക്കും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിട പറയുന്നു. എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി, നമസ്കാരം.